അടച്ചിട്ട മുറിക്കുള്ളിൽ 3.5 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ച. നിലവിൽ ലഭിക്കുന്ന 9,970 രൂപയുടെ 50% വേതന വർധനയെന്ന നിലപാടിൽ തൊഴിലാളി സംഘടനകളും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ ബസ്സുടമകളും. ഒടുവിൽ ഒരു തൊഴിലാളിക്ക് പ്രതിദിനം 60 രൂപ വർദ്ധിപ്പിക്കണമെന്ന മന്ത്രിമാരുടെ സമവായ ഫോർമുലയ്ക്ക് ഇരുകൂട്ടരും വഴങ്ങി. ഒരു തൊഴിലാളിക്ക് പ്രതിദിനം 60 രൂപയുടെ വർധനവ് വരുത്താൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു വർഷത്തിനിടയിൽ എഗ്രിമെന്റ് വെച്ചെടുത്ത് ഈ 60 രൂപ വർധനവ് ബാധകമല്ല. ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ തന്നെ എത്ര കിട്ടിക്കൊണ്ടിരുന്നോ അത് തന്നെ തുടരും. ഇതൊരു ഇടക്കാലാശ്വാസം മാത്രമായിരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ബസ് തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മിറ്റിയെ നിയമിക്കാനും തീരുമാനമായി. ഇനി മുതൽ ഒരു ബസ് തൊഴിലാളിക്ക് 11,770 രൂപ വേതനമായി ലഭിക്കും. നിലവിൽ ഈ തുക ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വർധന ബാധകമാകില്ല. സമരം പിൻവലിക്കുന്നെങ്കിലും 60 രൂപ വർധനവ് അംഗീകരിക്കാനാവില്ലെന്ന് എറണാകുളം ജില്ലയിലെ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഒരു വിഭാഗം KSRTC ജീവനക്കാരുടെ പണിമുടക്കും ബസ്സുകൾക്ക് നേരെയുണ്ടായ വ്യാപക അക്രമവും ജനജീവിതം ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് ആശ്വാസമായി സ്വകാര്യ ബസ് സമരം ഒത്തുതീർപ്പായത്. ഇന്ത്യ വിഷൻ, കൊച്ചി.